നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ദ്രന്റെ വീട്ടിൽ തുടർന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ അനു ഇങ്ങോട്ട് വന്നത്? രഘുവേട്ടൻ അവളുമായിട്ട് സംസാരിക്കുന്നത് കണ്ടല്ലോ. എന്താ അവിടെ ഉണ്ടായ കാര്യങ്ങളൊന്നും അവള് പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ അനുവിനോട് ഇപ്പോഴും സുശീൽ ആന്റിക്ക് സോനയ്ക്കൊന്നും വലിയ താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കും അതെ. പക്ഷേ അനുവിനിപ്പോ സുശീൽ ആന്റിയെ കുറിച്ച് വലിയ പരാതികളൊന്നുമില്ല. എന്നാ ഗ്യാസ് ലീക്കാതിനെ കുറിച്ച് അവൾക്കൊരു ഉത്തരം കണ്ടെത്താനും പറ്റുന്നില്ല. അത് ചിലപ്പോ അനുവിന്റെ ഭാഗത്ത് പറ്റിയ ശ്രദ്ധക്കുറവ് തന്നെയായിരിക്കും. അവളിപ്പോ ഇലക്ഷൻ മത്സരിക്കുന്നതിന്റെ തിരക്കിലൊക്കെ അല്ലേ. ചില ഓർമ്മപ്പിച്ചൊക്കെ പറ്റും, സാധാരണ. അവൾ എന്തായാലും നാളെ തിരിച്ചു പോകും. പിന്നെ ഇലക്ഷനിൽ ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആവുകയാണെങ്കിൽ അവള് വേറൊരു ലെവലിലാ. ചിലപ്പോഴേ ഇന്ദ്രനും അനു ഇങ്ങോട്ടേക്ക് താമസം മാറ്റാനും മതി. അവരെന്തായാലും ഉടനെ ഇങ്ങോട്ട് മാറാനൊന്നും പോകുന്നില്ല. ഒന്ന് ഇലക്ഷൻ കഴിയണം. പിന്നെ ചീരുവിന്റെ ഡെലിവറി ഇവിടെ വെച്ചായതുകൊണ്ട് അതുവരെ അവർ കാത്തു നിൽക്കാതിരിക്കില്ല. അവരെ ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ നമുക്കിവിടുന്ന് പോവാല്ലേ. ഇവിടെ പിന്നെ ആ വിനയനൊക്കെ കേറി വന്ന ആകെ ശല്യമായി. എന്നുവെച്ച് നമുക്ക് ചീരുവിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല അമ്പിളി. അവളുടെ ഡെലിവറി കഴിയാതെ നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നത് ശരിയല്ല. നമ്മളതിന് ദൂരെങ്ങും പോകുന്നില്ലല്ലോ രഘുവേട്ടാ. തൽക്കാലം ദാസങ്ങളുടെ വീട്ടിലേക്ക് മാറാം. ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാ പെട്ടെന്ന് ഓടി വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അതിന് ഇന്ദ്രനും അനുവും കൂടി ഇങ്ങോട്ടേക്ക് വരുന്ന ഉറപ്പിച്ചില്ലല്ലോ അമ്പിളി. അനുവേ, പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു നോക്കാം. ചിലപ്പോ നമ്മളിവിടെ ഉള്ളതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരാൻ മടിക്കുന്നതെങ്കിലോ. അല്ല, നീ ഇപ്പൊ തന്നെ അനുവിനോട് ചോദിക്കാൻ പോവാണോ? ഏയ്, ഞാൻ ഭാനുമ്മയുടെ അടുത്തുനിന്ന് ലച്ചുമോളിനെ എടുക്കട്ടെ. രഘുവേട്ടൻ പോയി കിടക്കാൻ നോക്ക്. ദാസങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള അമ്പിളിയുടെ പ്ലാൻ എങ്ങനെയെങ്കിലും പൊളിച്ചേ പറ്റും. ഇല്ലെങ്കിൽ പണി പാളും. ചേരൂ. ചേരൂ, സുഖമില്ലാത്തൊരു കുഞ്ഞിന് രഘുവേട്ടൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തത് നല്ല കാര്യം തന്നെയാ. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്, കരുത്തുള്ളൊരു ശരീരവും ദുർബലമായൊരു മനസ്സുള്ള ഒരാളാണ് നമ്മുടെ രഘുവേട്ടൻ. ഒരാളോട് സിമ്പതി തോന്നിയ രഘുവേട്ടൻ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നതിന് പകരം ആദിക്ക് കൊടുക്കാന്ന് പറഞ്ഞ 10 ലക്ഷം അവന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും പേരില് ബാങ്കില് FD ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിന്റെ ഇൻട്രസ്റ്റ് എടുത്ത് അവർക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യാം. ഇതൊക്കെ രഘുവേട്ടനോട് വിശദമായിട്ട് സംസാരിക്കേണ്ടി വരും ചേച്ചി. അമ്പിളി ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റിയിട്ടില്ലല്ലോ. ഞാൻ രഘുവേട്ടനുമായി കുറച്ചുനേരം സംസാരിച്ചിരുന്നു. അപ്പോ എനിക്കിത് അറിയായിരുന്നെങ്കിൽ ഞാൻ രഘുവേട്ടനോട് ചോദിച്ചേനെ.